ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ ചെയ്യുന്ന ജോലിയാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഞാൻ 24-48 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരെ സേവിക്കാൻ വരുന്നത്. നമുക്ക് വേണ്ടി നമ്മളുടെ വീട് വന്ന് തൂത്ത് തുടച്ച് ക്ലീൻ ചെയ്തിടുന്ന് പോകുന്ന, അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലോട്ട് പോകണം, അടുത്ത വീട്ടിലോട്ട് പോകണേ പാർട്ട് ടൈം ജോലിക്ക് വരുന്ന ഹൗസ് മെയ്ഡ്സിനെ കണ്ടിട്ടുണ്ട്. എത്രയോ ദൂരം വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിനോടൊപ്പം യാത്രയുണ്ട് ഉറക്കമില്ലാതെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോൾ നാസയിൽ നിന്നും സ്പേസ് എക്സിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്ക് അതൊക്കെ വലിയ ജോലികളാണ്, ഭയങ്കര പാടുള്ള ജോലികളാണ്. അതിനോടൊപ്പം പാടുള്ള ഒരു തൊഴിൽ ഞാനും ചെയ്യുന്നു. അപ്പം തിരിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല ഏറ്റവും ലോകത്തെ ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ അറ്റൻഷൻ അർഹിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന ഒരുപാട് ഗ്രേറ്റ് ആക്ടേഴ്സ് ഉണ്ടാവാം, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ തോന്നൽ എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ ഒരു ഭയങ്കര ഉത്തരവാദിത്തത്തോടെ ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കും അത് തെറ്റിപ്പോകുന്നത്. എനിക്ക് ഭയങ്കര പ്ലാനൊക്കെ ചെയ്ത് അതിനെ ആ എക്സ്റ്റംബറിൽ വിട്ട് ഇപ്പം എന്ത് ചെയ്യണം നോക്കിയാൽ അപ്പം ആ ബുദ്ധിക്കും ആ അപ്പോഴത്തെ തോന്നലിനും ചെയ്യുന്നതായിരിക്കണം എനിക്കിണങ്ങുന്നത്. ഇപ്പം നേരത്തെ ഒരു സീനിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വന്ന് ചെയ്യാൻ എനിക്ക് ശ്രമിക്കാൻ പറ്റിയിട്ടുമില്ല. ശ്രമിക്കാൻ നോക്കിയപ്പോഴൊക്കെ എനിക്കത് ഏച്ചുകെട്ടലായിട്ടും ഇണങ്ങാത്തതായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ എൻ്റെ ആഗ്രഹം അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു നടനാവണം. നാളത്തെ ഒരു സീൻ വായിച്ച് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലിട്ടൊന്ന് ഫീൽ ചെയ്ത് അതിനെക്കുറിച്ച് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ചിന്തിക്കുന്നതിനേക്കാളും എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാവാൻ പറ്റിയാൽ അത് ഭാഗ്യം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ടും അവരിൽ ഡിപ്പെൻഡഡാണ്. അവരെന്ത് ചെയ്യാൻ പറയുന്നു, അവരെന്ത് എന്നിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതേ സ്ക്രീനിൽ കാണാറുള്ളൂ. നിങ്ങൾ രണ്ടും കൂടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഫോണിലാണെങ്കിൽ ധ്യാനും അജുവും ഓരോ കാര്യങ്ങളും സംസാരം ഉണ്ടാവുമല്ലോ, അതിൽ ഉപദേശിക്കുന്നത് കൂടുതൽ ആരായിരിക്കും? ഇപ്പം അവനാ ഉപദേശം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഇപ്പോൾ അദ്ദേഹത്തിനല്ലേ. വർഷാവർഷം 10, 20, 15, 30 ഒക്കെ സിനിമകളിൽ അഭിനയിച്ച് ഇപ്പോഴത്തെ ട്രെൻഡിനോടൊപ്പം സോഷ്യൽ മീഡിയ, ഇൻ്റർവ്യൂ എല്ലാം കൊണ്ടും, പിന്നെ അദ്ദേഹം നന്നായി എല്ലാം ചുറ്റുപാടുകൾ മനസ്സിലാക്കുന്നതും വളരെ അപ് ടു ഡേറ്റുമാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എല്ലാ കാര്യത്തെക്കുറിച്ചും. ഇപ്പോൾ തമാശ ഒരു ഇൻ്റർവ്യൂ നോക്കിയിട്ടല്ലേ പുള്ളി സംസാരിക്കുന്നത്, ചേട്ടൻ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ ചേട്ടനോടൊക്കെ ഇരിക്കുമ്പോൾ തമാശ, ചിലയിടത്തുനിന്ന് കാര്യം ഓരോന്നും പറഞ്ഞു, ചിലയിടത്ത് വന്നു കഴിഞ്ഞാൽ ഫുൾ ട്രോൾ അല്ലേ, ആ രീതിക്കല്ലേ പുള്ളി പോകാറുള്ളൂ. അപ്പോൾ പുള്ളിക്ക് സെൻസുള്ള ആളാണ്. ഞങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി ഞങ്ങളൊരു സിനിമ അഭിനയിക്കാൻ ഒരു സെറ്റിലപ്പോൾ ഞങ്ങൾ ഇരിക്കുമ്പം ആണ് ഭയങ്കര രസമുള്ള ട്രോൾ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അത് കണ്ട് എൻജോയ് ചെയ്തത്. അത് ഭയങ്കര രസമുള്ള. അല്ല, വർഷങ്ങൾക്ക് ശേഷം സിനിമ കഴിഞ്ഞിട്ട് ധ്യാനിൻ്റെ ഇൻ്റർവ്യൂസ് പറഞ്ഞ ആ സിനിമയെക്കുറിച്ച്, ആ സിനിമയെ ഏറ്റവും കൂടുതൽ കൊന്നത് ധ്യാനാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതിനുശേഷം അതെ, അത്ര ഒരു രീതി ധ്യാനിൽ നിന്ന് ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞ പോലെ സതയ്ക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ സതയ്ക്ക് VS-നെ വിളിച്ച് പറഞ്ഞാൽ പോരെ, എന്തിനാ ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് വിളിച്ച് പറയണം? കാര്യം അതിനോട് യോജിക്കാത്തൊരു ബഹുഭൂരിപക്ഷം ഉണ്ട്. അവരാണല്ലോ തിയേറ്ററിൽ വന്ന് ഇത് വിശാഖന് ഈ പറഞ്ഞ കളക്ഷൻ കിട്ടിയത്. അതെ അതെ. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഫസ്റ്റ് 3 ദിവസം വരുന്നത് ഇപ്പോൾ യുവതലമുറയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇനി എടുത്തത് വേറൊരു തലമുറയ്ക്ക് വേണ്ടിയാണ്. ഒരു 35+, മേ ബി ഒരു 40+, കൂടുതലും കണക്ട് ആവുന്ന അവർക്കായിരിക്കാം. പണ്ടൊരു സൗഹൃദം ഉണ്ടായിരുന്ന ഇന്ന് ആ സുഹൃത്തിനായിട്ട് വീണ്ടും കണക്ട് ആവണമെങ്കിൽ ഒരു ഏജ് വരണം, അവർക്കായിരിക്കും ചിലപ്പോൾ അത് കണക്ട് ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പം അവരൊന്നും ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ടുള്ളവരോ ഇൻസ്റ്റയിൽ ആക്റ്റീവായിട്ടുള്ളവരോ ആവില്ല. അതായത് അവർക്ക് ആ സിനിമ കൊണ്ട് എഴുതി പറഞ്ഞ പോലെ. അതുകൊണ്ടാണല്ലോ കളക്ഷൻ വരുന്നത്. ഞാൻ ഫേക്ക് ചെയ്ത് പറയുന്നൊരു കാര്യമില്ലല്ലോ കളക്ഷൻ. അപ്പം ആ ക്രൗഡ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രോൾ ചെയ്തതും ഇത് കണക്റ്റ് ആവാത്തവരുടെയും ജസ്റ്റിഫിക്കേഷനെ നമുക്ക് തിരിച്ച് പറയാൻ ഒരു ആധാരമില്ല അല്ലേ, ഒരു തെളിവില്ല. അപ്പോൾ പിന്നെ സദ വന്ന ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ എനിക്ക് ഞാൻ വിളിച്ചിട്ട് ഇതാ പറഞ്ഞത്, ഇന്ന് എനിക്ക് VS-നെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു? ചിരിച്ചു. ചിരിയിൽ ഒതുക്കും. ചിരിച്ചു. അല്ല, പിന്നെ എനിക്കൊന്ന് പുള്ളി പറയുന്നതിനെ ആ തമാശ മൂഡിനാണ് എല്ലാവരും കാണുന്നതും. സീരിയസ് ആയിട്ട് പുള്ളിക്ക് കിട്ടിയേക്കുന്നൊരു ഫ്രീഡവും ലൈസൻസുമാണ്, അതെല്ലാവർക്കും കിട്ടില്ല. തലകുത്തി പരിശ്രമിച്ചാലും ആ ഇരിപ്പിടം കിട്ടില്ല. ഞാനൊന്ന് സീരിയസ് ആയിട്ട് വന്നത് എൻ്റെ അടുത്താണ്, നമ്മൾ പത്രസമ്മേളനം നടത്തുമ്പോൾ.
അന്ന് അല്ല, അതൊക്കെ പുള്ളിയുടെ ഒരു ഷെയ്ഡ്സ് ഓഫ് ഇത്. ഏതൊരു കോളേജ് ഇനാഗ്രേഷന് പോയിട്ട് ഇൻ്റർവ്യൂ മൈക്കിൽ പറയുന്നത് ഞാൻ കേട്ടതാ, എൻ്റെ സിനിമ കണ്ടില്ലെങ്കിൽ എൻ്റെ സിനിമ കണ്ടല്ല നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത്, എൻ്റെ ഇൻ്റർവ്യൂ കണ്ടാണ്. നാളെയും നല്ല സിനിമകളായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റുമെന്ന് ഞാൻ വാക്ക് പറയില്ല, പക്ഷെ നല്ല ഇൻ്റർവ്യൂ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കും. അതിന് അവിടെ ഭയങ്കര കൈയടിയായിരുന്നു. ഷാഫി പറമ്പിൽ അപ്പം ഞാൻ പറഞ്ഞു, ഒരു നടനോ ഒരു വ്യക്തിയോ എന്ന് പറയുകയാണ് ഇത്രയും ഓപ്പണായിട്ട് പറഞ്ഞ് അതിന് കൈയടിയും ആക്സെപ്റ്റൻസ് കിട്ടിയാൽ നാളെ അയാൾ എന്ത് സിനിമയും ചെയ്യാൻ ഇവിടെ ലൈസൻസ്ഡ് ആവുന്നൊരു പ്ലസ്സും ഉണ്ട്. ധ്യാൻ്റെ നല്ല ചോയ്സുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ധ്യാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സപ്പോർട്ട് ഹ്യൂജ് ആയിരിക്കും. ധ്യാനിപ്പോൾ ചൂസ് ചെയ്ത് ഞാൻ നല്ലത് മാത്രം, എൻ്റെ കഴിവിനനുസരിച്ച് നല്ലത് മാത്രം ചെയ്യുന്ന ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പ്ലസ്സായി മാറില്ലേ? അതെ 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 ഉറപ്പാണ്. വർഷങ്ങൾക്ക് ശേഷം അയാളുടെ ഏറ്റവും മനോഹരമായ ക്യാരക്ടറല്ലേ? തീർച്ചയായിട്ടും. ഈ ഇരുന്ന് പറഞ്ഞതൊക്കെ ട്രോളൊക്കെ പറഞ്ഞിട്ടും അയാളുടെ ഏറ്റവും നല്ലൊരു ഏറ്റവും ഫൈനായിട്ട് അഭിനയിച്ചൊരു പടം. അല്ല, ജോണി ചേട്ടൻ അന്ന് നമ്മളെടുത്ത ഇന്റർവ്യൂ പുതപ്പ് വെച്ച് ധ്യാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഈ സിനിമയായിരിക്കും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തൊരു സിനിമ. അവനെ പറ്റും അത്. അവൻ ഡയറക്റ്റ് ചെയ്ത ലവ് ആക്ഷൻ, അവൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ വളരെ മോശം. അത് അങ്ങനെ ഒരു പീസിനെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറയാൻ ആർക്ക് കഴിയും? ഇൻസെക്യൂർ അല്ല, അതല്ല ഏറ്റവും വലിയ അതിൻ്റെ ഭംഗി. എന്ത് ചെയ്താലും എനിക്ക് ആരോഗ്യമുള്ള കാലം, എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ജോലിയും ചെയ്യാൻ, അതിപ്പോൾ എന്ത് ജോലി, ഒരു ജോലി എടുത്തു പറയുന്നില്ല, ഇപ്പോൾ ചെയ്യാൻ മനസ്സുള്ളവർക്ക് അത് പറയാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമൊക്കെ ഉള്ളവർക്കാണ് പ്രശ്നമുള്ളൂ. അയാൾക്ക് ആ ഭയമില്ല. ഭയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം അജു വേറൊരു മേഖലയിലും കൂടെ കയറി ഗായകനായി, പിന്നണി ഗായകനായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സോങ്ങിലേക്ക് എത്താനുള്ള ഒരു സിംഗർ എന്ന നിലയിലേക്ക് വരാൻ കഴിഞ്ഞ? എങ്ങനെ ഗായകൻ എന്ന് പറഞ്ഞാൽ ചേട്ടന് ട്രോള് വരും, അതുകൊണ്ട് ഞാൻ തങ്ങളെ സേഫ് ആക്കാം. പാട്ട് ഞാൻ പറയുന്നത് പാട്ട് പറഞ്ഞു എന്നാ, പാട്ട് പാടിയെന്നല്ല. ഹിറ്റ് അടിക്കുന്ന കാലം ഞാൻ ഇവൻറ്റ്ഫുൾ ആണല്ലോ ഈ കാലം. ഇപ്പോഴത്തെ ജനറേഷൻ ഇവൻറ്റ്ഫുൾ ആക്കിയാൽ മതി. നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് പറഞ്ഞില്ലേ, നമ്മളിപ്പം ടോയ്ലറ്റിൽ പോവാണെങ്കിലും പാട്ടൊക്കെ വെച്ച് ഒരു ബാൻഡൊക്കെ വെച്ച് ഇവൻറ്റ്ഫുൾ ആക്കുക, മനസ്സിലായോ? ആഘോഷം. അപ്പോൾ ആ പാട്ടിനൊരു ആഘോഷ മൂഡാണ് സിനിമയിൽ വരുന്നത്. രാജുവേട്ടൻ്റെ എൻട്രി, ബേസിലിൻ്റെ കൺഫ്യൂഷൻ, രാജുവേട്ടൻ്റെ ഹൈ സ്പീഡ് സ്ലോ മോഷനിൽ വരുമ്പം നമ്മൾ ഈ പാട്ടും കൂടെ വന്നപ്പോൾ വിപിൻ ദാസിൻ്റെ ആ ഒരു റീഡിങ് കറക്റ്റാണ്. അപ്പോൾ എന്തു പറ്റി, പാട്ട് സിനിമയ്ക്ക് മുന്നേ അതിന് അത്യാവശ്യം ഒരു താല്പര്യമൊക്കെ തോന്നി. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ബ്യൂട്ടി അതിനെ എൻഹാൻസ് ചെയ്തു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സിനിമ ബ്ലോക്ക് ബസ്റ്ററാണ്. ബേസിൽ രാജുവേട്ടൻ്റെയും ബേസിലിൻ്റെയും സിനിമയാണ്. എല്ലാ കുടുംബങ്ങളും കണ്ട് ചിരിച്ച് അതിന് എതിരഭിപ്രായമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കണ്ടപ്പോൾ ഈ പാട്ട് അവരുടെയൊക്കെ മനസ്സിൽ കയറി. നാച്ചുറലി അവർ യൂട്യൂബിൽ അല്ലെങ്കിൽ അവരുടെ പോയി കുട്ടികൾ, എസ്പെഷ്യലി ഞാൻ പറയുന്ന ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇതെവിടെയോ ഒന്ന് ക്യാച്ച് ചെയ്തു. അത് അങ്കിത് മേനോൻ്റെ കഴിവ്, മ്യൂസിക് ഉണ്ടാക്കിയ വ്യക്തിയുടെ. വിനായകൻ്റെ കഴിവ്, ആ ലിറിക്സ് ആ കുട്ടികൾക്ക് ഇണങ്ങുന്ന രീതിയിൽ പ്ലേസ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമുക്കതിൻ്റെ ഈ വാഴയും നനയുമ്പോൾ ചീരയും കൂടെ നനയുന്ന ഒരു എഫക്റ്റ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.